രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളോട് രണ്ട് തരം സമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കി തന്ന പ്രക്ഷോഭമാണ് ഡൽഹി ജന്തർ മന്ദറിൽ നടന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുമ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ സമരവീര്യം കർഷകരുടെ സമരമായിരുന്നു. കർഷകരോട് പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞു. വിവാദമായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം പൗരത്വ നിയമത്തിലെ മതനിറമുള്ള ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച വടക്കൻ ഡൽഹിയിലെ ഷഹീൻബാഗിലെയും ജാമിയയിലെയും സാധാരണ മനുഷ്യരെ കേന്ദ്ര സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി. കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ തോൽവി സമ്മതിക്കുമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ ഈ പ്രക്ഷോഭത്തോട് സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കാരണം ഇത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമായിരുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കാൻ പ്രധാനമന്ത്രിക്ക് ആയില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ സമാന പ്രതിഷേധങ്ങൾ ഭരണമാറ്റങ്ങൾക്ക് വഴിവെച്ചതായി ഭരണകൂടത്തിന് നല്ല ഓർമ്മയുണ്ട്. അതും ഈ സമാനമായ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങളിലൂടെയായിരുന്നു. ഭരണവ്യവസ്ഥകളോടും വ്യവസ്ഥാപിത രീതികളോടും വർഷങ്ങളായി ഉള്ളിലുണ്ടായിരുന്ന പ്രതിഷേധവും അമർഷവുമാണ് കഴിഞ്ഞ 35 ദിവസവും വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ തുറന്നു കാട്ടിയത്. ഈ സമരത്തിന് ഒരവസാനമായതായി ആരും വിചാരിക്കേണ്ട. ഇതൊരു തുടർ സമരമാണ്. ഇനിയും പാറ്റകൾ ജന്തർ മന്ദറിലേക്ക് പറന്നിറങ്ങും. ഈ വ്യവസ്ഥാപിത രീതികളോട് ഇനിയും ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും. ഈ യുവാക്കൾ അവർക്ക് തണലായെത്തും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണകൾ ഇനിയും ജന്തർ മന്ദറിലേക്ക് ഭക്ഷണപ്പൊതികളായി ഉൾപ്പെടെ എത്തിക്കൊണ്ടേയിരിക്കും.